രാജേന്ദ്രൻ, നമ്മുടെ രാജ്യം തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പഹൽഗാമിലെ ചോരയ്ക്ക് നമ്മൾ പകരം ചോദിക്കുകയാണ്. മോദി പറഞ്ഞത് തന്നെ, പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം വിഴിഞ്ഞത്തെത്തുമോ എന്നുള്ളതാണ്. ഇവന്മാരെ തീർത്തിട്ടേ വിഴിഞ്ഞത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യുദ്ധം അവർ തെരഞ്ഞു. വി വിൽ ട്രേസ് ദം, വിൽ ഫൈൻഡ് ഔട്ട് ദം, വി വിൽ ട്രേസ് ദം ആൻഡ് വി വിൽ പണിഷ് ദം വിച്ച് നൺ ഓഫ് ദെയർ ഇമാജിനേഷൻ ക്യാൻ ടെൽ ദം. അവരുടെ ഏത് ഭാവനയ്ക്കും കണ്ടുപിടിക്കാത്ത അതിനാണ് ഊന്നൽ, കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള ശിക്ഷ നമ്മൾ കൊടുക്കും. ആ ശിക്ഷയാണിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഭീകരർ മാത്രമല്ല, അവരെ സഹായിച്ച 10-15 പേരുമുണ്ട്. 15 പേരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നൂടെ ഒരാളും ഉണ്ട് എന്നാണ് സൂചനകൾ നൽകുന്നത്. കേരളത്തിലേക്ക് NIA എന്തായാലും നമുക്കറിയില്ലത്, ഡിഫൻസ് സീക്രട്ടാണ്, അത് പങ്കുവയ്ക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലേക്കും താമസിയാതെ വരികയാണ്. ട്രേസ് ചെയ്തിട്ടുണ്ട്. ആ ട്രേസിങ് നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അവസാനത്തെ ആ പണിഷ്മെൻറ്റ്, അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളഞ്ഞിരിക്കുന്നു. വനമേഖലയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ധീരന്മാർ. 15 പേരെ കൊന്നിട്ട് മോദിയോട് എന്ന് പറയാൻ പറഞ്ഞിട്ട് മോദിയോട് പറയേണ്ടി വന്നില്ല. മോദി അത് കേട്ടു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു, വേണ്ടത് ചെയ്തു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നോക്കൂ, ആ കാട് വളഞ്ഞുള്ള ആക്രമണമാണ്. ഇന്ത്യൻ സൈന്യം, അപരാജിതമായ ഇന്ത്യൻ സൈന്യം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരിട്ടുള്ള തീവ്രമായ ഏറ്റുമുട്ടൽ. സർവ്വവിധ സന്നാഹങ്ങളും ആയുധങ്ങളുമായിട്ട് ഈ ധീരന്മാർ കാട്ടിൽ പോയി ഒളിച്ചിരുന്നു. ആ കാട്ടിൽ പോയി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ ഭീരുക്കളെ ഇന്ത്യൻ സൈന്യം അവരുടെ മാളത്തിൽ തന്നെ പോയി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ ആ മറവിലിരുന്നാൽ ഇന്ത്യൻ സൈന്യം കണ്ടുപിടിക്കുകയില്ല. പാകിസ്ഥാൻ സൈന്യത്തെ പോലെയാണ് ഇന്ത്യ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് തെറ്റാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ എന്ന് ബോധിപ്പിച്ചു കൊടുത്തുകൊണ്ട് വളഞ്ഞുകൊണ്ട്. വിജയനാഥ, ഇത് 2 ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതായത് ഭീകരർ ഇവിടെ ഉണ്ട് എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ പേരിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് പത്രപ്രവർത്തകരെയോ മറ്റാരെയോ ആ പ്രദേശത്തേക്ക്, ഈ മേഖലയിലേക്ക്, പഹൽഗാമിന് നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ഒരു വനമേഖലയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. അങ്ങോട്ട് പോകാൻ ആർക്കും അനുവാദം കൊടുക്കാതെ തന്നെ അവർ വളഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിച്ചു, ടാർഗറ്റും ചെയ്തിരിക്കുന്നു. അവിടെ ഇപ്പോൾ ആക്രമണമാണ്. അപ്പോൾ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചടി പോരാട്ടം നടത്തുകയാണ് ആ ഭീകരവാദികൾ. അവിടെ നിന്ന് സർവ്വ സന്നാഹത്തോടും കൂടി തോക്കിൻ്റെ ബലത്തിൽ ഇന്ത്യയിൽ നിന്ന് വന്ന നിരായുധരായിട്ടുള്ള ആളുകളെ നേരിട്ടവർ ഇന്ന് സായുധരായിട്ടുള്ള സുധീരരായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഏതാനും നിമിഷങ്ങൾ മതി. ഏതാനും നിമിഷങ്ങൾക്കകം അവർ മുട്ടുമടക്കും, അല്ലെങ്കിൽ ഒളിച്ചോടും, പുതിയ താവളങ്ങളിലേക്ക് ഒളിക്കാൻ നോക്കും. പക്ഷേ കാട് വളർന്നിരിക്കുക, അവിടെ രക്ഷയില്ല. കാട്ടിനകത്തുള്ള ഒളിത്താവളങ്ങളിൽ മാത്രമേ അവർക്കിനി രക്ഷയുള്ളൂ. അതെവിടായാലും ശരി, ഏത് പാതാളത്തിലായാലും ശരി, കണ്ടുപിടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ഇതിനിടയ്ക്ക് പുതിയ അറിവുകളും കൂടി വരുന്നുണ്ട്. അതും കൂടി ഹാഷിം മൂസ എന്നൊരാളും കൂടി ഇതിൽ ഇൻവോൾവ് ആണ്. പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ആളാണ്. ഇവരെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് തന്നെ ശരിയായിട്ടുള്ള പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ തെളിവുകൾ ലോകത്തിന് ലഭിക്കും. ബോധ്യമല്ലാത്തവർക്ക്, ഇന്ത്യക്ക് സുബോധ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരെന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഈ തെളിവുകൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് പിന്നെ ഇത് വളരെ ശക്തമാകാതെ പോയിട്ടുള്ളത്. നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പറയുന്നവർക്കുള്ള മറുപടി ഇപ്പോൾ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും 2-ാം തീയതി മോദി വരുന്നത് ഈ ഒരു വിജയത്തിൻ്റെ തിളക്കത്തോടു കൂടിയായിരിക്കും കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. ഇതിപ്പോൾ ഈ ആക്രമണത്തിൽ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അവർക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു യുദ്ധമാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ അശ്വത്ഥാമാവിനെ പോലെ പരമാവധി പരിക്കേൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ അവർക്കിനി ചെയ്യാൻ കഴിയുള്ളൂ. പരമാവധി പരിക്കേൽപ്പിക്കുക. അശ്വത്ഥാമാവ് ചെയ്ത ക്രൂരകൃത്യം പോലൊരു കൃത്യമാണ് അവർ ചെയ്തിട്ട് പോയത്. ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടി, അദ്ദേഹത്തിൻ്റെ അസ്ത്രം ഏതായിരുന്നു, ഒരു പ്രത്യേക അസ്ത്രമായിരുന്നല്ലോ, ആ അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൊന്നിട്ട് പോയ അശ്വത്ഥാമാവ് ജീവിതത്തിൻ്റെ അവസാനം വരെയും ആ മുൾക്കിരീടത്തിൻ്റെ വേദന അനുഭവിക്കേണ്ടി വന്ന ആ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെയാണ് ഇന്ത്യ നേരിടുന്നത്. ആ അശുദ്ധ ആത്മാക്കളെ എന്നൊരർത്ഥം കൂടി അതിന് കൊടുക്കാം. അല്ല, അവർക്ക് അശുദ്ധമാവിന് അസ്ത്രം എഴുതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ
അറിയത്തില്ല. അർജുനന് അതറിയാം. അർജുനന്റെ അസ്ത്രമാണ് അതിനെ തടഞ്ഞ് നിർത്തുകയൊക്കെ ചെയ്തു. ഒടുവിൽ കൃഷ്ണന്റെ ഇടപെടൽ വിട്ടേക്കാൻ പറഞ്ഞു, അതിന് ശിക്ഷ കൊടുത്തോളാന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ അശ്വത്ഥമാവ് പിന്നീട് ചിരഞ്ജീവിയായി ദേഹം മുഴുവൻ വ്രണവും ഒലിപ്പിച്ച് ഇങ്ങനെ വേദന കൊണ്ട് ഒലിപ്പിച്ച് നടക്കുന്നത് പോലെ ഒലിപ്പിച്ച് കൊണ്ട് നടക്കണം ഈ ഭീകരന്മാർ. അതിന് തക്ക ശിക്ഷ തന്നെ അവർക്ക് കിട്ടും എന്നുള്ളതിന് അവരത് അർഹിക്കുന്നുമുണ്ട്. അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്, അവർ വില കൊടുത്തു വാങ്ങിച്ചതാണ്, അത് കിട്ടുക തന്നെ വേണം. ഇതിലൊരു ഏറ്റവും കൂടുതൽ ചോരക്കണ്ണീർ ഒഴുക്കേണ്ടി വരിക ഇവരെ പരിശീലിപ്പിച്ച് അനുഗ്രഹാശിസുകൾ കൊടുത്ത് പറഞ്ഞയച്ച പാകിസ്ഥാനിലെ പട്ടാള മേധാവിയായിട്ടുള്ള മുനീർ എന്ന് പറയുന്ന ആൾക്കാർ, ഹുസൈൻ മുനീർ എന്ന് പറയുന്ന ആൾക്കാണ്. പേര് തെറ്റിയെങ്കിൽ അത് തിരുത്തലിന് വിധേയമാണ്. അതെ, ഹുസൈൻ മുനീർ എന്ന് പറയുന്ന ആൾക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. പക്ഷേ ഹുസൈൻ മുനീറിനെ ഭരിക്കുന്നതെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹാബ് അദ്ദേഹമൊക്കെ ഇതിന് മുകളിലിരുന്നു കൊണ്ട് ഭരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ബനാവൽ ഭൂട്ടോ എന്ന് പറയുന്ന ആൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ പറഞ്ഞത്, സിന്ധുവിൽ കൂടി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചോര ഒഴുക്കുമെന്ന് പറഞ്ഞു. ചോരയുടെ രീതിശാസ്ത്രം മാത്രമേ നിങ്ങൾക്കറിയൂ, ഇന്ത്യക്ക് ധർമ്മത്തിൻ്റെ രീതിശാസ്ത്രം കൂടി അറിയാം. ആ മാർഗത്തിൽ കൂടി തന്നെ നിങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ നൽകുകയാണ്. ധർമ്മത്തിന് ച്യുതി ഉണ്ടായപ്പോൾ ആ ധർമ്മത്തെ ഇന്ത്യ രക്ഷിക്കുകയാണ് ഇതിലൂടെ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നുള്ള കൃത്യമാണ് ഇന്ത്യ കൃത്യമായിട്ട് തന്നെ പ്ലാൻ അനുസരിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തടയാമെങ്കിൽ തടഞ്ഞു. പാകിസ്ഥാനെ നിങ്ങളുടെ ചൈനയും കൂട്ടുപിടിച്ച് നിങ്ങളുടെ തുർക്കിയെയും കൂട്ടുപിടിച്ച് തടയാൻ കഴിയുമെങ്കിൽ തടയൂ എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വെല്ലുവിളി തന്നെയാണ്. ചുണയുണ്ടെങ്കിൽ തടയൂ. നിങ്ങളിത് തുർക്കിയുടെ വിമാനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, യുദ്ധവിമാനങ്ങൾ, അത് വെച്ച് തടയാൻ കഴിയുമെങ്കിൽ തടയൂ. ഇത് ഇന്ത്യയുടെ വെല്ലുവിളി തന്നെയാണ്. ഇതാണ് ഇന്ത്യ ഒരു യുദ്ധം കൂടാതെ തന്നെ അതിനേൽപ്പിച്ച പ്രഹരത്തെ നേരിടുന്ന രീതി, പ്രിസൈസായിട്ടുള്ള രീതി. പക്ഷേ ഇതൊരു യുദ്ധം, മറ്റൊരർത്ഥത്തിൽ ഇതൊരു യുദ്ധം തന്നെയാണ്. എന്തിനെതിരെ? ഒരു രാജ്യത്തിനുമെതിരെയുള്ള യുദ്ധമല്ല, ആഗോള ഭീകരതയ്ക്കെതിരെ, ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ടെററിസത്തിനെതിരെയുള്ള യുദ്ധമാണ്. അത് ഇന്ത്യ അതിശക്തമായിട്ട് നടത്തുന്നു. ലോകരാഷ്ട്രങ്ങളും ഇങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുന്ന ഈ ദുഃഖകരമായ അവസ്ഥ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നോ ഇല്ലാതായേനെ. കോവിഡിനെതിരെ ഇന്ത്യ എങ്ങനെ യുദ്ധം ചെയ്തു, അയൽ രാജ്യങ്ങളെ എങ്ങനെ സഹായിച്ചു, അതുപോലെയുള്ള സഹായം ഇന്ത്യ ഈ ഭീകരവാദികൾക്കെതിരെ, അവരുടെ യുദ്ധത്തിനെതിരെ, അവർ ലോകം നശിപ്പിക്കുന്നതിനെതിരെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ ബുദ്ധൻ ജനിച്ച നാട്ടിൽ നിന്നുള്ള ഒരു ഉദ്യമമാണിത്. ആ ഉദ്യമത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഇത് റഷ്യയുമായിട്ടുള്ള യാതൊരു കരാറുമില്ലാതെ ഒരു വിദേശ രാഷ്ട്രത്തിൻ്റെയും സൈനിക തന്ത്രപര പിന്തുണയില്ലാതെ ഫ്രാൻസിൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങിച്ച വിമാനങ്ങളാണ് ഇന്ത്യ കൈവശം വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിനും വിധേയമാകുന്ന ഒരു നയമല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു മാർഗത്തിലൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പാക്കിയിരുന്നു, പാകിസ്ഥാനിലേക്ക് വരെ ഒളിച്ചു കടക്കാതിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ്. ശരിക്കും ട്രാപ്പ് ചെയ്തിരിക്കുകയായിരുന്നു ഭീകരർ. പിന്നെ ട്രേസ് ചെയ്യുക, രണ്ടാമത്തെ T ആയിട്ടുള്ള 2 T ഉണ്ട് ഇതിൽ. ആദ്യം ട്രാപ്പ്, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രേസ്, അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷൂട്ട് എന്ന് പറയുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.